ആ സാധനം മൂത്തിട്ട് ഇറങ്ങിപ്പോയത്. ആ ഇറങ്ങി പോകുന്ന കൂട്ടത്തില് കൊച്ചിനെ എന്തിനാണോ നമ്മൾ കൊണ്ടുപോയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് വേറെ ഒന്നിന്റെ കൂടെ പോയി കിടന്നേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ പിന്നെ ഇതിന് പെണ്ണ് ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോണോന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്നാണ് പറയുന്നത്. ഒരിക്കലും നല്ല പോലെ സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു ഭർത്താവിന് ഒരു പെണ്ണും ഒരിക്കലും പോവാൻ ഇതാവില്ല. അപ്പൊ ഷഹാല ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നത് അറിഞ്ഞിട്ട് സ്വന്തം മകനെയും കൊണ്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഒരു സ്ത്രീ, സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് വേണേലും പറയാം. ഇവരെ ന്യായീകരിക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. അതിലൊരു അമ്മച്ചി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ന്യായീകരിച്ച് അങ്ങ് മെഴുകുന്നുണ്ട്. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. അതിനു മുമ്പ് സബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതില് ആദ്യമുള്ള വോയിസ് എന്റെ വോയിസ് തന്നെയാണ്. ഞാനത് വീണ്ടും പ്ലേ ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പം ഭയങ്കരമായിട്ട് ഷഹാലയെ ന്യായീകരിക്കുന്ന ഒരാള് അവരെന്തൊക്കെയോ അങ്ങ് ഘോരമായിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോണോന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്നാണ് പറയുന്നത്. ഒരിക്കലും നല്ല പോലെ സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു ഭർത്താവിന് ഒരു പെണ്ണും ഒരിക്കലും പോവാൻ ഇതാവില്ല. അപ്പൊ ഇയാൾ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്നാണ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പെണ്ണ് വേറൊരു റിലേഷൻഷിപ്പിലാവുകയോ അല്ലെങ്കിൽ എന്താണ് വേറൊരു ഇതില് ഒരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയോ ചെയ്യില്ല. നമ്മുടെ സ്നേഹം, സന്തോഷം, സമാധാനം, സ്വസ്ഥത ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. പിന്നെ എല്ലാം സഹിച്ചു പിടിച്ച് പഠിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. അതിന് പിന്നെ ആ മക്കളെ ഓർത്ത് മാത്രം നീറ് ജീവിക്കുന്നവര്. അപ്പൊ ഒരുപാട് എന്താ പറയുക, ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് ഒരുപാട് സമയത്ത് ആ പെണ്ണ് ഇതായി പോകും. പിന്നെ നമ്മളൊരു വേറൊരു കണ്ടതാണ്, വീഡിയോ കണ്ടതാണ്. ഒരു ഉസ്താദിന്റെ ഭാര്യയായിരുന്നു, സുൽത്താന എന്നാണോ അങ്ങനെ എന്തോ ആണ് പേര്. അവര് അയാള് മലേഷ്യയിൽ പോയി വേറൊരു കല്യാണം കഴിച്ച് അയാൾ സുന്ദരമായി സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഭാര്യയുടെ ഒരു മോനുണ്ട്. അവര് എന്താണ് പൈസ അയച്ചു കൊടുക്കും, സമയത്തിന് പൈസ അയച്ചു കൊടുക്കില്ല, അത് വേറെ നോക്കില്ല. അപ്പൊ അവള് എന്ത് ചെയ്തു, വേറൊരു മതസ്ഥനെ കല്യാണം കഴിച്ചു. അവര് സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു കാര്യമാണോ ഇവിടെ നടന്നത്? നിങ്ങൾ ഈ പറയുന്നു ഉസ്താദിന്റെ കാര്യം, അങ്ങേർക്ക് അവിടെ വേറെ ഭാര്യ ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം ഈ ഷഹാലയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് അയാള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വേറെ ഭാര്യയോ മക്കളോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്ക് നമുക്ക് ഓക്കെ എന്ന് പറയാം. ഇവിടെ ആ ഒരു സിറ്റുവേഷൻ അല്ല. അയാള് ഇവർക്ക് വേണ്ടിട്ട് അവിടെ കഷ്ടപ്പെട്ട് ജോലി എടുത്ത് 2 വർഷം കഴിഞ്ഞ് ലീവ് എടുത്ത് നാട്ടിൽ വരുമ്പോ അതിന്റെ പിറ്റേ ദിവസം ഇവള് വേറെ, അത് 3 മക്കളും ഭാര്യയുള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? ഹേ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാര്യയും മക്കളുള്ള ആ നാറിക്ക് ഇവളായിട്ട് എന്താ ഇടപാട്? എന്തേ ഭാര്യ ആ നാറിക്ക് സ്നേഹം കൊടുക്കുന്നില്ലേ? അതുകൊണ്ടാണോ ഭർത്താവും മോനുള്ള ഒരുത്തിനെ കയറി അങ്ങ് പ്രേമിച്ചിട്ട് ഒളിച്ചോടിയത്? അല്ല, ന്യായീകരിക്കുമ്പോ 2 ഭാഗം കൂടെ ന്യായീകരിക്കണല്ലോ ചേച്ചി. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടില് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, വേണ്ട കെയർ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇയാളോട് ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കണം. അങ്ങേരോട് സംസാരിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല എന്നാണെങ്കിൽ ആദ്യം ഡിവോഴ്സ് മേടിച്ചിട്ട് എങ്ങോട്ടേയാലും ഇറങ്ങിപ്പോട്ടെ. അതിനൊന്നും ഇവിടെ ഒരാൾക്കും പരാതിയില്ല. ഇത് അതൊന്നും ചെയ്യാതെ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതിന് ഇരുന്ന് അങ്ങ് ന്യായീകരിച്ച് അങ്ങ് മെഴുകുക. പിന്നെ ഇങ്ങനെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിവോഴ്സിന് നോക്കുക. ഒറ്റ സുപ്രഭാതത്തിൽ ഇറങ്ങി പോവാതെ, ഡിവോഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്നും നോക്കാതെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പൊ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഇതും നമ്മുടെ ഇതിലൊരു ഓപ്ഷൻ അല്ല. കൗൺസിലിങ്ങും അതും ഇതൊക്കെ വെച്ചിട്ട് പിന്നെയും വീണ്ടും നമ്മളെ ദ്രോഹിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഒന്നും നോക്കാതെ ഒറ്റയ്ക്ക് ഇറങ്ങി പോകും. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിക്കും, ഷാഹിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത്. ഒന്നും നോക്കാതെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. അപ്പൊ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാതെ ഒരു പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകില്ല. അപ്പൊ ഇറങ്ങിപ്പോയത് 3 മക്കളുള്ള ആളുടെ കൂടെയാണ്. അപ്പൊ അതും എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വേറൊരു അവള് ഒളിച്ചോടി പോയത് ഇത്രയും കാരണങ്ങളുണ്ട്. ഭർത്താവിന്റെ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്, ചക്കയാണ്, മാങ്ങയാണ്. പക്ഷേ
ഈ ഒളിച്ചോടി പോയവന് 3 മക്കളും ഭാര്യ ഉണ്ടെന്നുള്ളത് ചേച്ചിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അത് എവിടുത്തെ ന്യായവാ ചേച്ചി? വിശ്വസിക്കുകയാണെങ്കിൽ രണ്ടും വിശ്വസിക്കണം, ന്യായീകരിക്കുകയാണെങ്കിൽ രണ്ടുപേരും ന്യായീകരിക്കണം. ഇത് ഷഹാലേനെ അങ്ങോട്ട് കൊറേ അങ്ങോട്ട് ന്യായീകരിച്ച് അങ്ങ് മെഴുകിയിട്ട് ലാസ്റ്റ് പറയുവാ ഈ ഒളിച്ചോടി പോയവന് 3 മക്കളും ഭാര്യ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം വിശ്വസനീയമാണെന്ന് അറിയത്തില്ലാന്ന്. ഉളുപ്പുണ്ടോ? ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്ത ആൾക്കാരുടെ കമന്റ് ബോക്സ് ഞാൻ കണ്ടായിരുന്നു. ഈ ന്യായീകരിച്ച് മെഴുകുന്ന ചേച്ചി ഇതുപോലെ ആരെല്ലാം കൂടെ ഒളിച്ചോടി പോകാൻ കാത്തിരിക്കുവാന്നോ എന്നാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. കേട്ടോ? അപ്പൊ വേറൊരു ഇത് എന്താ പറയാ, ഒരു കുഞ്ഞിനെ പൊരുത്തി കൊടുക്കുന്ന ഒരു ഇത് വരാതിരിക്കട്ടെ. ആ കുഞ്ഞിനെ തിരികെ കൊടുത്തിട്ട് നിന്റെ ഭർത്താവിന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാക്കി ജീവിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞിനും കൂടെ ഒരു വഴി കൊടുക്കരുത് എന്നാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും അപ്പൊ അയാളുടെ ഭാര്യയും 3 മക്കളും എന്തോ ചെയ്യും? നടു റോട്ടിൽ ഇറങ്ങി നിൽക്കണോ? അയ്യോ എന്റെ ഭർത്താവ് കണ്ടവളുടെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട്? അല്ലേ, പറയുന്ന കേട്ടില്ലേ? ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് മേടിച്ചിട്ട് നിനക്ക് ഇയാളുടെ കൂടെ ജീവിക്കാനാണെങ്കിൽ അങ്ങോട്ട് ജീവിക്കുക, ആ കൊച്ചിനെ കുരുതി കൊടുക്കാതിരിക്കുക. ഇയാൾക്ക് 3 മക്കളുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ഒരു പെണ്ണ് വേറെ കൂടെ പോകില്ല എന്നാണ് 100% എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കും ഭർത്താവ് 2 വർഷം നാട്ടിലില്ല, അതിന്റെ ഇടയിൽ വേറൊരുത്തനുമായിട്ട് ഡിങ്കോൾഫി ഒളിച്ചോട്ടം, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇതുപോലെയുള്ള കുറെ എണ്ണങ്ങൾ. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു യുവതിനെയും കുഞ്ഞിനെയും കാണാതായ വാർത്ത ഉണ്ടായിരുന്നു. ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാന്ന് പേരുള്ള 30 വയസ്സുള്ള യുവതിയും ഒരു 7 വയസ്സുള്ള മോനെയാണ് കാണാതായത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സമയത്തേക്കാണ് അവർ പെട്ടെന്ന് വീട്ടിൽ മിസ്സാവണം, ബാങ്കിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ കണ്ടെത്തട്ടെ. ഇത്തരത്തിൽ പോകുന്ന സ്ത്രീകളെയൊക്കെ പൊതുവെ എല്ലാവരും കുറ്റപ്പെടുത്തും. വളരെ മോശം സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കാം. എന്തുകൊണ്ടിരിക്കും ഒരു ഭാര്യ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ സ്ത്രീ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ ആളെ കൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീനെ കുറ്റപ്പെടുത്താൻ എളുപ്പം. ആ സ്ത്രീനെ കൊണ്ടുപോയ ആ ധൈര്യം കാണിച്ച 3 മക്കളുള്ള ഭാര്യ പ്രസവിച്ച് കിടക്കണം, അവരുടെ ഭാര്യ പ്രസവിച്ച് കിടക്കണം. ആ സമയത്ത് ആ ഭാര്യനെ മറന്ന് കുട്ടിനെ മറന്നിട്ട് ഈ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ, ഇയാൾ ആരും കുറ്റം പറയില്ല. എല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പം ആരെയാണ്? സ്ത്രീകളെയാണ്. സത്യത്തിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തും മുൻപ് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് കൂടി നമ്മൾ ആലോചിക്കട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ തക്കതായ ഒരു റീസൺ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ നിങ്ങൾ വിചാരിക്കും ഇയാൾ പോയതിനെ ന്യായീകരിക്കണം, അമ്മാതിരി തമ്മാടിത്തരം പറഞ്ഞു വരണ്ട. പോയതിന് ഒരു കാലത്ത് നമ്മൾ ന്യായീകരിച്ച വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ ഇത്തരം പോക്കാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരാളെയും അടക്കാക്ഷിക്കാൻ പാടില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്ത്, നമ്മുടെ വീട്ടിൽ ചില പുരുഷന്മാർ കുടുംബത്ത് ഭാര്യമാരെ കാണുന്ന രീതി തന്നെ എങ്ങനെയാണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വേറൊരു ഒരു ഉപകരണം, ഒരു സെക്സ് ടോയ് ആയിട്ട് മാത്രമാണ്. ചില ആൾക്കാർ മതിയായ സെക്സ് പോലും അവർക്ക് കൊടുക്കില്ല. അപ്പോ ഇത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എല്ലാ കുറ്റവും കൂടി തലയിൽ സ്ത്രീകളെ തലയിൽ തരില്ല. ഒരു സ്ത്രീ എന്താണെന്ന് പുരുഷൻ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് എന്താണ് ആഗ്രഹം? ചില സ്ത്രീകളുണ്ട്, അവർക്ക് സ്പർശനങ്ങളാണ് മെയിൻ. അതായത് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്നേഹത്തോടെ വാരി പുണരാം, അവരെ അഭിനന്ദിക്കാം. ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു സ്നേഹ സ്പർശനങ്ങൾ. അത് സെക്സ് അല്ല. ഈ സ്പർശനം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളുള്ളിൽ വരിക ഇവർക്ക് ഇതിന്റെ കുറവാണ്, ഇത് കിട്ടാത്തത് കൊണ്ടാണ്, ഇത് മൂത്തിട്ടാണ്. അതിന് വരുന്ന പല പ്രയോഗങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോ ഫാമിലിയായിട്ട് കാണുന്ന ആളുകളായതുകൊണ്ട് ഞാൻ വേർഡൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. അപ്പൊ അതിന്റെ കുറവൊന്നുമല്ല. ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെവിടെയൊക്കെ എത്തിക്കും, നമ്മുടെ കൈകൾ പിടിച്ചിരിക്കുന്നത്, ആ ഒരു സ്നേഹ പ്രകടനങ്ങൾ എന്നുള്ളത് ഫിസിക്കലി അവർക്ക് ഫീൽ ചെയ്യണം. ഇത് അതുകൊണ്ട് ആകെ ഭർത്താവ് ചേട്ടാ, ഈ സ്നേഹപ്രകടനമൊക്കെ ഫിസിക്കലി അവർക്ക് ഫീൽ ചെയ്യണം, തേങ്ങയാണ് മാങ്ങയാണ് എന്ന് നിങ്ങൾ പറയുമ്പം ഒരു ജീവിതം കെട്ടി പടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. വേറെ വഴിയില്ലാതെ നശിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഇവര് ഗൾഫിലോട്ട് പോകുന്നത്. മനസ്സിലായോ? അവർക്ക് ഭാര്യയുടെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല. അവർക്ക് വേറെ വഴിയില്ല. പിള്ളേരുണ്ട്, പിള്ളേരുടെ ഭാവി നോക്കണം. സ്വന്തമായിട്ട് ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഭാവി നോക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഭാര്യനെയും അല്ലെങ്കിൽ 24 മണിക്കൂർ ഭർത്താവിനെയും കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ആകാശത്തുനിന്ന് പൊട്ടി വീഴത്തില്ല ഒന്നും കഴിക്കാൻ, അകത്തോട്ട് പോവാൻ. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവര് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അത് ആ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിട്ടാ. എന്നിട്ട് അതിന് വില കൊടുക്കാതെ കുറെ എണ്ണം ഇതുപോലെ അങ്ങ് ഇറങ്ങിപ്പോവുക. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇതുപോലെയുള്ള കുറെ ആൾക്കാരും. ഞാൻ ഒന്നും പറയുന്നില്ല. ശരി എന്നാ.